നമസ്കാരം, ഞാൻ ഡോക്ടർ ഭാഗ്യ, Q&B ഹെൽത്ത് കെയറിലെ ആയുർവേദ ഡോക്ടറാണ്. നമ്മളെല്ലാവരും തന്നെ വെയിറ്റ് ലോസിൻ്റെ സമയത്തൊക്കെ ഒരു ഹെൽത്തി ഓപ്ഷനായിട്ടൊക്കെ കഴിക്കാറുണ്ട് ഗ്രിൽ ചെയ്ത ചിക്കൻ. കാരണം പലരും ചിലപ്പം ട്രാവൽ ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ പുറത്തായിരിക്കാം കൂടുതൽ സമയം. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു ഡയറ്റ് എടുക്കുന്ന സമയത്ത് എല്ലാവരും തന്നെ പുറത്തുനിന്ന് കഴിക്കുന്നതാണ്. ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ചിക്കൻ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ഗ്രില്ല് ചെയ്തിട്ട് നോൺ വെജ് കൂടുതലായിട്ട് നമുക്ക് പ്രോട്ടീൻസ് കിട്ടണമെങ്കിൽ നമ്മൾ ഈ നോൺ വെജ് അല്ലെങ്കിൽ മീറ്റ് ഏതെങ്കിലുമൊക്കെ കഴിക്കണം. അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതലും പ്രിഫർ ചെയ്യുന്നതാണ് ഗ്രിൽഡ് ഐറ്റംസ്, അല്ലെങ്കിൽ ഈ ഷവായി അങ്ങനെയുള്ള ഐറ്റംസുകളൊക്കെ നമ്മളെല്ലാവരും തന്നെ അൽഫാമൊക്കെ നന്നായിട്ട് കഴിക്കാറുണ്ട്. അപ്പം അൽഫാമൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് ഓയിലൊക്കെ കുറവാണ്. അതുപോലെ തന്നെ അത് കൂടുതൽ ഈ കരിയിച്ച് വളരെയധികം അതിൻ്റെ തൊലിഭാഗമൊക്കെ നോക്കുകയാണെങ്കിൽ വളരെ കറുത്തിട്ട് നമ്മൾ അങ്ങനെ കഴിക്കുന്നത് അത്ര നല്ലതല്ല. ആ കാർബൺ പാർട്ട് കൂടുതലായിട്ട് നമ്മുടെ ശരീരത്തിൽ എത്തുന്നത് നല്ലതല്ല. അല്ലാത്ത പക്ഷം നിങ്ങളത് കഴിക്കുന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നമല്ല. അൽഫാം നമുക്ക് ഒരു ഹെൽത്തി ഓപ്ഷൻ തന്നെയാണ്. കാരണം ഒരു ക്വാർട്ടർ പീസ് നിങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അത് ഏകദേശം ഒരു 30 ഗ്രാമോളം പ്രോട്ടീൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഒരു കലോറി എന്നൊക്കെ പറയുമ്പോൾ ഒരു 300ൻ്റെ ഉള്ളിലൊക്കെ ആയിട്ട് 250 ആ ഒരു റേഞ്ചിലൊക്കെയാണ് കലോറി നമ്മളെ ബോഡിക്ക് വരുന്നത്. പക്ഷെ നമ്മൾ അതിൻ്റെ കൂടെ എടുക്കുന്ന മയോണൈസാണ് കുറച്ചും കൂടി പ്രശ്നം ഉണ്ടാക്കുന്നത്. കാരണം ഇത് ഉണ്ടാക്കുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ സൺഫ്ലവർ ഓയിലാണ് ഇതിനകത്ത് മിക്സ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സൺഫ്ലവർ ഓയിൽ കൂടുതലായി വരുന്നതുകൊണ്ട് തന്നെ കലോറി കൂടാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു 100 ml ഒക്കെ ഒരു മയോണൈസ് ഉണ്ടെങ്കിൽ തന്നെ അതിനകത്ത് നമുക്ക് വെറും 1 ഗ്രാം പ്രോട്ടീൻസ് മാത്രമേ കിട്ടുന്നുള്ളൂ. അപ്പോൾ അത്രത്തോളം പ്രോട്ടീൻ ഇല്ല. എന്നാൽ കലോറി ആണെങ്കിൽ നിയർലി ഒരു 1000 ആ ഒരു റേഞ്ചിലോട്ട് നമുക്ക് കലോറിയും വരുന്നുണ്ട്. അപ്പം അതാണ് ശരിക്കും ദോഷം. നമ്മളെല്ലാവരും ഈ അൽഫാം കഴിക്കുന്നത് തന്നെ ആ ഒരു മയോണൈസ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് പലരും ചെയ്യുന്നത്. അപ്പം അതൊക്കെ എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് ഒഴിവാക്കുക. അത്തരം ശീലങ്ങളൊക്കെ മാറ്റി നിർത്തിയിട്ട് ആ ഒരു ഗ്രില്ല് ചെയ്ത ചിക്കൻ മാത്രമാണെങ്കിൽ നമുക്ക് വെയിറ്റ് ലോസിൻ്റെ സമയത്ത് അല്ലെങ്കിൽ ഡയറ്റിൻ്റെ സമയത്തൊക്കെ നല്ലതാണ്. അപ്പം ഈ ഒരു വീഡിയോയിൽ ഞാൻ പ്രധാനമായിട്ടും പറയുന്നത്, നിങ്ങൾ ഡയറ്റ് എടുക്കുന്ന ആളുകൾ അല്ലെങ്കിൽ വെയിറ്റ് ലോസിൻ്റെ ഒക്കെ സമയത്ത് പ്രോട്ടീൻസ് കഴിക്കുന്ന സമയത്ത് നിങ്ങൾ ഇത്തരം കോംബോ അതൊക്കെ നിങ്ങൾ സൂക്ഷിക്കേണ്ടതുണ്ട്. പിന്നെ ആ പ്രോട്ടീൻസ് മാത്രം നിങ്ങൾ ബോഡിയിലോട്ട് ഒരുമിച്ച് കഴിക്കാൻ പാടില്ല. പ്രോട്ടീൻസ് എടുക്കുമ്പോൾ നിങ്ങൾ അതിൻ്റെ കൂടെ തന്നെ നല്ല രീതിയിൽ ഫൈബേഴ്സും കൂടി ഉൾപ്പെടുത്തണം. നാരുകൾ കൂടുതലായിട്ട് നമ്മുടെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാലേ ഈ പ്രോട്ടീൻസ് കൂടുതൽ ബോഡിയിലോട്ട് അബ്സോർബ് ആവുള്ളൂ. അതുപോലെ തന്നെ ഇത് പ്രോട്ടീൻസ് കൂടിക്കഴിഞ്ഞാലും പലർക്കും ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്, വയറിനൊക്കെ പ്രശ്നം വരാറുണ്ട്. അപ്പോൾ അത് കൂടിക്കഴിഞ്ഞാലും ഈ ഒരു ഫൈബേഴ്സ് നിങ്ങൾ നല്ലൊരു അളവിൽ എടുക്കുന്നുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ല. അപ്പം ഒരു നല്ല ഓപ്ഷൻ തന്നെയാണ് നമുക്ക് ചിക്കൻ എന്ന് പറയുന്നത്. കാരണം ചിക്കൻ ഒരു ലീൻ മീറ്റാണ്. അതിനകത്തേക്ക് എന്ത് വരുന്നില്ല, റെഡ് മീറ്റ് അല്ല, അത് ചുവന്ന മാംസമല്ല, അത് ലീൻ മീറ്റാണ്. അപ്പോൾ നമുക്ക് വേണ്ട ഒരു പ്രോട്ടീൻ കിട്ടും. അത് കൃത്യമായിട്ട് കഴിക്കാം. പിന്നെ അളവും കൂടരുത്. പലരും ഈ ചിക്കനൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ അൽഫാം ആയിക്കോട്ടെ അത് കഴിക്കുന്നുണ്ടെങ്കിലും നിങ്ങളൊരു ഹാഫ് പോർഷൻ ഒരു നേരം ഇരുന്ന് കഴിക്കാൻ പാടില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ക്വാർട്ടർ അത് മാത്രമാണെങ്കിൽ നമുക്കതത്ര പ്രശ്നമല്ല. കൂടുതൽ സാലഡ്സും കൂടി എന്ത് ചെയ്യുക, ഉൾപ്പെടുത്തുക. അപ്പോൾ ഇത് കഴിക്കുന്ന സമയത്ത് പലരും ഈ കുബൂസ് ഇതിൻ്റെ കൂടെ കിട്ടുന്നതാണ്. അപ്പം കുബൂസ് കൂടുതൽ കഴിക്കുന്നതും നമ്മുടെ ശരീരത്തിന് പ്രശ്നമാണ്. അതെന്താണ്, അത് മൈദയാണ്. അത് മൈദ കൊണ്ടാണ് ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ അകത്ത് ഈസ്റ്റ് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം ആ ഒരു 2 കോമ്പവും കൂടി വരുന്ന സമയത്ത് അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ടാണ് ഇപ്പം പലർക്കും ഈ ഷവർമ കഴിക്കാൻ ഹെൽത്തി അല്ലേ അതിനകത്ത്. കാരണം ചിക്കനും കുറേ സാലഡ്സും ക്യാബേജും എല്ലാം കൂടി മിക്സ് ചെയ്ത് വരുന്നതുകൊണ്ട് അതൊരു ഹെൽത്തി ഓപ്ഷൻ അല്ലേ എന്ന് പലരും ചോദിക്കാറുണ്ട്. അപ്പം അതിൻ്റെ ഈ ഒരു ഔട്ടർ കവറിങ് ആണ് ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാക്കുന്നത്. അതായത് ഈ കുബൂസിനുള്ളിലാണല്ലോ ഇത് ഫില്ല് ചെയ്ത് തരുന്നത്. അപ്പം ഒരു കുബൂസ് നിങ്ങൾ ഒഴിവാക്കിയിട്ട് റുമാലി അത്രത്തോളം കുഴപ്പമില്ല, പക്ഷെ അത് വീറ്റ് കൊണ്ടുള്ളതായിരിക്കണം. അങ്ങനെയാകുന്ന സമയത്ത് അത് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാറില്ല. അപ്പോൾ റുമാലിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് അത് ഫില്ല് ചെയ്തിട്ട് കഴിക്കുക. പിന്നെ ഇതിനകത്ത് മിക്സ് ചെയ്യുന്നത് മയോണൈസ് തന്നെയാണ്. പലരും മയോണൈസ് മിക്സ് ചെയ്തിട്ടാണ് ഈ ഒരു ഷവർമ റോൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് നമ്മൾ വേറെ സ്ഥലങ്ങളിലോട്ടൊക്കെ അല്ലെങ്കിൽ പുറം രാജ്യത്തോട്ടൊക്കെ പോകുന്നുണ്ടെങ്കിൽ അതിനുള്ളിൽ അവർ ഫില്ല് ചെയ്യുന്നതൊക്കെ വേറെ ഇൻഗ്രീഡിയൻസ് ഒക്കെയാണ്. അത് കുറച്ചും കൂടി ഒരു ഹെൽത്ത് ബെനിഫിറ്റ്സ് തരുന്നുണ്ട്. അപ്പം അതും കൂടി ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഇതൊരു ഹെൽത്തി രൂപത്തിൽ നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ നിങ്ങളിപ്പം ഷവർമ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഗ്രിൽഡ് ആയിട്ടുള്ള ഐറ്റംസുകളൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ബോഡിയിൽ കലോറി കൂട്ടുന്നതിനാണ് കാരണമാവുന്നത്. ഒരിക്കലും തന്നെ നമുക്ക് കലോറി കൂടുന്ന രീതിയിൽ ഐറ്റംസ് നമ്മുടെ ശരീരത്തിൽ എത്തി കഴിയരുത്. അത് കഴിയുമ്പോഴാണ് എന്താവുന്നത്, കൂടുതൽ ഫാറ്റ് ബോഡിയിൽ ഡെപ്പോസിറ്റ് ആവുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു രൂപത്തിൽ തന്നെ നിർബന്ധമായിട്ടും കഴിക്കുക. പിന്നെ പ്രോട്ടീൻസിൻ്റെ അളവ് അതും വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമുക്ക് പ്രോട്ടീൻസ് വേണം, പ്രോട്ടീൻസ് നല്ലതാണ്. ഇപ്പം ഡയറ്റ് എടുക്കുമ്പോൾ പലരും പറയാറുണ്ട് പ്രോട്ടീൻസ് കൂടുതലായിട്ട് കഴിക്കുക എന്നൊക്കെ പലരും പറയാറുണ്ട്. പക്ഷേ അതെന്തായിരിക്കണം, അവർ കൃത്യമായിട്ടുള്ള അളവിൽ മാത്രമായിരിക്കണം എടുക്കേണ്ടത്.
അത് ഒരു പരിധിയിൽ കൂടിക്കഴിഞ്ഞാലും പ്രശ്നം ഉണ്ടാക്കും. അപ്പോൾ നമുക്കറിയാം പ്രോട്ടീൻസ് കൂടിക്കഴിഞ്ഞാൽ അതെന്താക്കും, യൂറിക് ആസിഡ് പോലുള്ള ബുദ്ധിമുട്ടുകൾ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പം കൃത്യമായിട്ടുള്ള അളവിൽ നിങ്ങൾ അത് കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കണം. പിന്നെ ഇതൊക്കെ ചെയ്യുന്നതിന് കൂടെ തന്നെ ഒരു എക്സസൈസ് കൂടി ചെയ്താൽ മാത്രമേ നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ എല്ലാ ദിവസവും 45 മിനിറ്റ്സ്, അതിപ്പോൾ നിങ്ങൾ നടക്കാനോ ഓടാനോ അല്ലെങ്കിൽ നമുക്ക് ജിമ്മിൽ പോവാം. അപ്പോൾ ജിമ്മിൽ പോയി കഴിഞ്ഞാലും അവർ നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരും എത്രത്തോളം ക്വാണ്ടിറ്റിയാണ് നിങ്ങൾ എടുക്കേണ്ട, പ്രോട്ടീൻസ് എത്രത്തോളമാണ്, ഫൈബർ നിങ്ങൾ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു തരും. പിന്നെ നമ്മൾ എക്സ്ട്രാ ഒരു പ്രോട്ടീൻ സോസ് എടുക്കേണ്ട ഒരു ആവശ്യകതയില്ല. അത് പലരും ചെയ്യുന്നൊരു മിസ്റ്റേക്കാണ്. നമ്മളൊരു പൗഡേഴ്സ് അങ്ങനെയുള്ള സോസുകൾ നമ്മൾ എക്സ്ട്രാ എടുക്കാറുണ്ട്. അപ്പം അത്തരം ശീലങ്ങളാണ് നിങ്ങൾ ആദ്യം തന്നെ ഒഴിവാക്കേണ്ടത്. അപ്പം ചിക്കൻ എന്ന് പറയുന്നത് നല്ലൊരു ഓപ്ഷനാണ്. അത് കൃത്യമായിട്ടുള്ള അളവിൽ എടുക്കുകയാണെങ്കിൽ നല്ലൊരു ഓപ്ഷനാണ്. അതിൻ്റെ കൂടെ വരുന്ന മിക്സും കൂടി കറക്റ്റായി കഴിഞ്ഞാൽ അത് ഓക്കെ ആയിക്കോളും. പക്ഷെ ഇത് കറി വെച്ചിട്ട് അല്ലെങ്കിൽ പൊരിച്ചിട്ടൊക്കെ കഴിക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് ഓയിൽ ആഡ് ചെയ്യും. ഈ ഓയിൽ ആഡ് ചെയ്യുന്ന സമയത്താണ് എന്തിൻ്റെയും കലോറിയും കൂടുന്നത്. അപ്പം ഈ ഒരു മയണൈസ് നിങ്ങൾ ഈ സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്യുന്നത് വല്ലാത്തൊരു പ്രശ്നമാണ്. കാരണം സൺഫ്ലവർ ഓയിൽ ഇത് നല്ല സ്മൂത്ത് ആവാൻ, ക്രീമി ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ആഡ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ അകത്തുള്ള കലോറിയും പെട്ടെന്ന് തന്നെ ഡബിളായിട്ട് കൂടുന്നത്. അതുകൊണ്ട് അത് മാറ്റി നിർത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ക്യാബേജ് പോലുള്ള വെജിറ്റബിൾസ് ഇതിൻ്റെ കൂടെ മിക്സ് ആവുന്ന സമയത്ത് ഇതെന്തുണ്ടാക്കില്ല, നമ്മുടെ ബോഡിക്ക് പെട്ടെന്ന് ചില ആളുകൾക്ക് നോൺ വെജ് പ്രോട്ടീൻസ് ഒക്കെ കഴിക്കുമ്പോഴാണ് മലബന്ധം, കോൺസ്റ്റിപ്പേഷൻ പോലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നത്. അപ്പം അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളോട് ഈ ക്യാബേജ് പോലുള്ള ഫൈബേഴ്സ് ഒക്കെ കൂടുതലായിട്ടും ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് പറയുന്നത്. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തോരനോ അല്ലെങ്കിൽ സാലഡ്സുകളോ അല്ലെങ്കിൽ ഫ്രൂട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു നല്ലൊരു ഹെൽത്തി സാലഡൊക്കെ കഴിക്കാം. പിന്നെ കുറച്ച് സീഡ്സുകളും എല്ലാം കൂടി ആകുമ്പോൾ തന്നെ നമ്മുടെ വയറ് ഫില്ലാവും. പലരും ചോദിക്കാറുണ്ട് ചിക്കൻ മാത്രം കഴിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുന്നത്, അത് നമുക്കൊരു ഫുൾനെസ് തരുമോ എന്ന് ചോദിക്കാറുണ്ട്. അത് കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു ഫുൾനെസ് തരും ഈ പറയുന്ന രീതിയിലാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ. പറയുന്ന പോലെ തന്നെ കുറച്ച് സാലഡ്സും കാര്യങ്ങളൊക്കെ മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് എന്ത് തരും, ഫുൾനെസ് തരുന്നതാണ്. അപ്പം അതാണ് നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്. പിന്നെ നന്നായിട്ട് വെള്ളം കുടിക്കണം. പ്രോട്ടീൻസ് കൂടുതൽ എടുക്കുന്ന സമയത്താണെങ്കിലും ഫൈബേഴ്സ് കൂടുതൽ എടുക്കുന്ന സമയത്താണെങ്കിലും ഇത് നമ്മുടെ കുടലിനകത്ത് പ്രോപ്പറായിട്ടുള്ളൊരു ഡൈജഷൻ, അതായത് വളരെ സ്ലോ ആവാതെ ആ ഒരു സമയത്തിനുള്ളിലുള്ളൊരു ഡൈജഷൻ നടക്കണമെങ്കിൽ എന്ത് ചെയ്യണം, നന്നായിട്ട് വെള്ളം കുടിക്കണം. ഇപ്പോൾ ഒരു ദിവസം നിങ്ങൾ കഴിക്കുന്ന പ്രോട്ടീൻസ്, നിങ്ങളുടെ വെയിറ്റ് ഇതെല്ലാം നോക്കിയിട്ട് നിങ്ങൾ ഓക്കെയാണ്, നിങ്ങളുടെ യൂറിൻ ഔട്ട്പുട്ട് ഇതൊക്കെ ചെക്ക് ചെയ്തിട്ട് വേണം നമ്മൾ വെള്ളം കുടിക്കാൻ. ചില ആളുകളുണ്ട് ഒരു കണക്കില്ലാതെ ഒരുപാട് വെള്ളം എടുത്ത് കുടിക്കുന്ന ആളുകളുണ്ട്. അപ്പം അത്തരം ശീലങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് എത്രത്തോളം വെള്ളമാണോ നമ്മുടെ ഒരാളുടെ ബോഡിക്ക് വേണ്ടത് അത് മാത്രം കുടിച്ചാൽ മതി. കാരണം നിങ്ങൾ യൂറിൻ ചെക്ക് ചെയ്യുന്ന സമയത്ത് വല്ലാതെ ലൈറ്റാകും, അതായത് വെള്ള നിറത്തിൽ ചില ആളുകൾക്ക് മൂത്രം പോകാറുണ്ട്, അതും പ്രശ്നമാണ്. അതുപോലെ തന്നെ നല്ല ഡാർക്ക് യെല്ലോ കളറിലും പോകരുത്, ഒരു ഒരു ലൈറ്റ് യെല്ലോയിലാണ് നിങ്ങളുടെ മൂത്രം പോകുന്നതെങ്കിൽ അതാണ് കൃത്യമായിട്ടുള്ള കളറ്. അപ്പോൾ ആ രീതിയിൽ മാത്രം നിങ്ങൾ വെള്ളം കുടിക്കുക. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ഇത് കഴിക്കുന്ന പോലെ തന്നെയാണ് ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കേണ്ട ഒരു ഏരിയയാണ് വെള്ളം കുടിക്കുന്നൊരു ഏരിയയും. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഫ്രൂട്ട്സുകളാണെങ്കിലും അധികം മധുരം ഇല്ലാത്ത ഫ്രൂട്ട്സുകൾ സെലക്ട് ചെയ്തിട്ട് വേണം നിങ്ങൾ ഇതിൻ്റെ കൂടെ തന്നെ കഴിക്കാൻ. അപ്പം ഈ കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ പ്രോട്ടീൻസിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടത്. ഒരു ഹെൽത്തി ഫുഡ് എന്നൊക്കെ പറയുമ്പം നമ്മൾ പലരും കഴിക്കുന്നതാണ് ഹെൽത്തിയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മളെല്ലാവരും ഈ ഒരു അൽഫാം കഴിക്കുന്നത്. അത് അൺഹെൽത്തി ആവാൻ അതിൻ്റെ കൂടെ എടുക്കുന്നത് മതി. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് മാത്രം കഴിക്കുക. അപ്പോൾ ഇതാണ് നിങ്ങൾ ഒരു ഡയറ്റ് എടുക്കുമ്പോഴോ അല്ലെങ്കിൽ നോർമലി നിങ്ങളിത് കഴിക്കുന്ന സമയത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യങ്ങൾ. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, കൺസൾട്ടേഷൻ അത്യാവശ്യമായിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം. നന്ദി.